السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിൻ്റെ ഫള് കൊണ്ട് ഇത്ര മഹത്തായ ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് മിൽഅ അസ്സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ബൈനഹുമാ വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. ഇങ്ങനത്തെ ഒരു ഒത്തുകൂടലിന് ഉപദേശ നിർദ്ദേശങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ട് സാഹചര്യമൊരുക്കി തന്ന സഹോദരന്മാരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഇഖ്ലാസും സിദ്ഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുമാറാവട്ടെ. ആ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وحلما وفهما وعقلا وأدبا كاملا يا رب العالمين. اللهم زدنا علما اللهم زدنا علما اللهم زدنا علما. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയും റസൂലുമായി അയക്കുന്നതിൻ്റെ മുമ്പ് ഈ ലോകം അന്ധകാരത്തിലായിരുന്നു. വഴികേടിൻ്റെ അങ്ങേ അറ്റത്തിലായിരുന്നു ആളുകൾ. അള്ളാഹുവുമായുള്ള ഹക്കുകളും കടമകളും കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. സൃഷ്ടികൾ തമ്മിൽ ഒരിക്കൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിലക്ക് അക്രമവും അനാചാരവും അധാർമികതയും അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രവാചകന്മാരാ അടുത്ത കാലത്തൊന്നും ഈ ലോകത്തേക്ക് വന്നിട്ടേയില്ലായിരുന്നു. അങ്ങനത്തെ ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഈ ലോകത്തേക്ക് അയക്കുന്നത്. അങ്ങനെ പ്രവാചകൻ വന്നുകൊണ്ട് ആളുകളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസു ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവീൻ. ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റു ഒന്നും തന്നെയില്ല എന്ന് നിങ്ങൾ പറയുവീൻ, അംഗീകരിക്കുവീൻ. ആ പറയുന്ന താക്കോല് കൊണ്ടാണ് ഈ സമൂഹത്തിനെ, സമുദായത്തിനെ, ലോകത്തിനെ നന്നാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം കുറിച്ചത്. അങ്ങനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പക്ഷം ആളുകളെ നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദഅവത്ത് സ്വീകരിക്കാൻ തുടങ്ങിയ ആളുകൾ, ശത്രുക്കൾ ഒരു ഭാഗത്തിൽ നിന്ന് പ്രവാചകനെയും ആ ദഅവത്തിനെയും നശിപ്പിക്കാനും തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ ഈ പ്രകാശം ചെറിയ നിലക്ക് അത് ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ലോകത്ത് സത്യം അത് വന്നു, അസത്യം അത് തേഞ്ഞുമാഞ്ഞു പോകാൻ തുടങ്ങി. സന്മാർഗം വന്നു, ശരിയായ ജീവിതം വന്നു. ആളുകളുടെ ഹൃദയങ്ങൾ അന്ധകാരത്തിൽ നിന്ന്, വിവരക്കേടിൽ നിന്ന്, അനാചാരത്തിൽ നിന്ന് മാറി ദീനുൽ ഇസ്ലാമിൻ്റെ ഹിദായത്തിൻ്റെ ആ പ്രകാശം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ അത് ജീവൻ തുടിക്കാൻ തുടങ്ങി. നീതി വന്നു ലോകത്ത്. ശിർക്ക് ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോകാൻ തുടങ്ങി.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഈ പ്രവാചകനെ ലോകത്തിന് കാരുണ്യവാനായിക്കൊണ്ടാണ് അയച്ചത്. ആ പറയുന്ന ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ വഫാത്തിൻ്റെ മുമ്പ് തന്നെ ഈ ലോകത്ത് അത് നല്ലൊരു ശതമാനം പ്രദേശങ്ങളിൽ അത് കണ്ടു തുടങ്ങി. ഇമാം തിർമദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജാമിഅയിലും ഷമാഇൽ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളെക്കുറിച്ച് പറയുന്ന കിതാബിൽ പറഞ്ഞ ഒരു ഹദീസ്, സഹീഹായ ഹദീസിൻ്റെ പണ്ഡിതന്മാർ അൽബാനി അടക്കമുള്ളവരൊക്കെ സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞ ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്ന് അള്ളാഹുവിൻ്റെ ദീനും ഹിദായത്തും കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിച്ചതിൻ്റെ ശേഷം ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു വഫാത്തായി പോവുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിച്ചുകൊണ്ട് പറയാണ്, ലമ്മാ ഖാനൽ യൗമുല്ലദി ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം മദീനയിൽ കടന്നു വന്ന ആ ദിവസം അളാ മിൻഹ കുല്ലു ഷൈ, ആ മദീനയുടെ എല്ലാ ഭാഗങ്ങളും പ്രകാശപൂരിതമായി. ഫലമ്മാ ഖാനൽ യൗമുല്ലദി മാത ഫീ, നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം വഫാത്തായ ആ ദിവസം അളലമ മിൻഹ കുല്ലു ഷൈ, മദീനയുടെ എല്ലാ ഭാഗങ്ങളും ഇരുൾ മുറ്റിയതായി. മഹാന്മാരായ ആ സഹാബികൾക്ക്, ആ മുസ്ലിം ഉമ്മത്തിന് അനുഭവപ്പെട്ട അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. വലമ്മാ നഫളനാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ അൽ ഐദി, അള്ളാഹുവിൻ്റെ റസൂലിനെ ഞങ്ങൾ ഖബറിൽ മറമാടി, ഞങ്ങളുടെ കൈകൾ ഞങ്ങൾ പൊടിപടലങ്ങളിൽ നിന്ന് വൃത്തിയാക്കിയിട്ടില്ല. വ ഇന്നാ ലഫീ ദഫനിഹി ഹത്താ അൻകർനാ ഖുലൂബന, ആ അവസരത്തിൽ തന്നെ ഞങ്ങളെ തന്നെ പരിചയമില്ലാത്തതുപോലത്തെ ഒരു മാനസികമായ അനുഭവം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്ന് ആ ഹിദായത്തും ആ പ്രകാശവും ആ സന്മാർഗവും ലഭിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന മാനസികാവസ്ഥ, അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തുനിന്ന് വഫാത്തായപ്പോൾ അവർക്ക് അനുഭവപ്പെട്ട ഒരു ശൂന്യത, മാനസികമായ എന്തെന്നില്ലാത്ത സങ്കടം, വ്യസനം, അതാണ് മഹാനായ സഹാബി ഈ പറയുന്ന അനുഭവത്തിൽ കൂടെ വിവരിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു യൗമൽ ജുമുഅത്തി ഇലാ ഷജറത്തിൻ ഔ നഖല. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം മദീനയിലെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് പ്രത്യേകിച്ച് ഖുത്ബ പറയാൻ വേണ്ടി ഒരു ഈത്തപ്പനത്തടിയിൽ കയറി നിന്നുകൊണ്ടായിരുന്നു അത് നിർവഹിച്ചിരുന്നത്. അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് പറഞ്ഞു, അവർക്ക് ആശാരിപ്പണിയെടുക്കുന്ന, മരത്തിൻ്റെ പണിയെടുക്കുന്ന ഒരു അടിമയുണ്ടായിരുന്നു. സ്ത്രീയാണ് പറഞ്ഞത്, അതല്ല റിപ്പോർട്ടുകളിൽ ഒരു പുരുഷനാണ് പറഞ്ഞു എന്ന് രണ്ടഭിപ്രായങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ നിങ്ങൾക്കൊരു മിമ്പറുണ്ടാക്കി തരട്ടെ, കയറി നിന്ന് ഈ പറയുന്ന ഖുതുബയും നിങ്ങളുടെ ഉത്ബോധനങ്ങളും അത് കേൾപ്പിക്കാൻ കുറച്ചുകൂടി ഈത്തപ്പനത്തടിയിലേറെ കുറച്ചുകൂടി നല്ലതായ ഒരു മിമ്പറ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു മിമ്പറുണ്ടാക്കി കൊടുത്തു. അങ്ങനെ അടുത്ത പ്രാവശ്യം വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഖുതുബ പറയാൻ വരുന്ന സമയത്ത് ദുഫിഅ ഇലൽ മിമ്പർ, അള്ളാഹുവിൻ്റെ റസൂല് ആ മിമ്പറിൽ വന്ന് ഖുതുബ പറയാണ്. അപ്പോൾ ആദ്യം ഖുതുബ പറഞ്ഞിരുന്ന ഉണങ്ങിത്തെരിച്ച ഈത്തപ്പനത്തടി ഫസാഹത്തിൻ നഖലത്തു സിയാഹസബി, അത്രയും ദിവസം ഖുതുബ പറഞ്ഞിരുന്ന ഉണങ്ങിത്തെരിച്ചു പോയ ആ മരക്കഷ്ണം സാധാരണ ഒരു കുട്ടി കരയുന്നത് പോലത്തെ ഒരു കട്ടഹാസം അവിടെ വെച്ച് നടത്തി, കരഞ്ഞുപോയി. ഇത് സഹാബികൾ കേട്ടുപോയി. അപ്പോൾ തുമ്മ നസലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫളമ്മഹു ഇലൈ, അള്ളാഹുവിൻ്റെ റസൂല് പുതിയ മിമ്പറിൽ നിന്നിറങ്ങി ആ ഈത്തപ്പന തടിയെ തൻ്റെ നെഞ്ഞിലേക്ക് കൂട്ടി. തെഇന്നു അനീന സ്വബിയ്യില്ലദീ യുസക്കൻ, മാതാവ് കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കുന്ന ഒരു കുഞ്ഞിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം ആ ഈത്തപ്പന തടിയിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞു, കാനത്ത് തബ്കി അലാ മാ കാനത്ത് തസ്മഅ മിന ദിക്രി ഇൻദഹ, ഇത്രയും ദിവസം അതിൻ്റെ മുകളിൽ കയറി ഈ ഖുതുബ പറയുന്ന ആ അനുഭവം നഷ്ടപ്പെട്ടതുകൊണ്ട് ഉണങ്ങിത്തെരിച്ച ഈ മരക്കഷ്ണം, മരത്തടി അത് കഴിയുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഹദീസ് ഹസനുൽ ബസരി റഹിമഹുല്ല കേട്ടു. അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ബക്കാ, മഹാനായ ആ താബിഈ കരഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മഅശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ സമൂഹമേ, അൽ ഖശബത്തു തഇന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മരക്കഷ്ണം അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ആശിച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് അവിടുത്തെ സാമീപ്യത്തിന് വേണ്ടി അത് ലഭിക്കാൻ വേണ്ടി തേങ്ങിക്കരയുന്നതാണ് നിങ്ങൾ ഈ കേട്ടത്. ഫഅൻതും അഹഖു അൻ തഷ്താഖു ഇലൈ, ആ റസൂലിലേക്ക് ആശിക്കാൻ, മോഹിക്കാൻ, ആ റസൂലിൻ്റെ സാമീപ്യത്തെ കഴിച്ചുകൂട്ടാൻ ഏറ്റവും അർഹരും യോഗ്യരും നിങ്ങളാണ്.
അവിടുത്തെ പവിത്രമായ ബറക്കത്താക്കപ്പെട്ട ആ ശരീരം നമ്മുടെ കൂടെയില്ലെങ്കിലും അവിടുന്ന് കൊണ്ടുവന്ന ദീന്, അവിടുത്തെ സുന്നത്ത്, പരിശുദ്ധ ഖുർആനും അവിടുത്തെ സുന്നത്തും അതുമായുള്ള ബന്ധം മുസ്ലിമീങ്ങൾക്ക് സദാസമയവും അത്യാവശ്യമാണ് എന്ന് പറയുന്ന സൂചനയാണ് മഹാനായ ഈ താബിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന സംഭവത്തിൽ കൂടെ വിവരിക്കുന്നത്. ഈ ചെറിയ മുഖവുര പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ. എന്തുകൊണ്ട് സലഫിയ്യത്ത്? ഇതാണ് ആദരണീയരായ സഹോദരന്മാർ നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയാൻ എന്നെ ഏൽപ്പിച്ചത്. അള്ളാഹുവിനോട് സഹായത്തെ തേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഫളലും തൗഫീഖും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ ലളിതമായ നിലക്ക് ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ട് സലഫി മൻഹജ് തന്നെ? എന്തുകൊണ്ടത് സ്വീകരിക്കണം? എന്താണ് അതിന് പ്രത്യേകമായ ഒരു പ്രത്യേകത? ഇവിടെ ഒരുപാട് വഴിയും ഒരുപാട് ആശയങ്ങളും അതിൻ്റെ വക്താക്കളുമുണ്ടല്ലോ. ലോകത്ത് പലതുമുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമുക്ക് പരിചയമുള്ള പലരുമുണ്ട്. ഖുറാഫികളായ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം എന്നുള്ള ചില ഖുറാഫി പണ്ഡിതന്മാർ പറയുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഈ നാട്ടിലെ പാരമ്പര്യം ഒരു പക്ഷേ അവർക്കായിരിക്കാം. എനിക്കതിൻ്റെ കൃത്യമായ ചരിത്രവും ഇവിടെ എന്നത് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയുകയില്ല. എന്നാൽ ദീനുൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം അവരുടെ കയ്യിലല്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പാരമ്പര്യം ഇവിടെയുള്ള ഖുറാഫി ശിർക്കും ഖുറാഫാത്തും ഖബർ പൂജയും ഖബറാരാധനയുമായി നടക്കുന്ന ഖുറാഫിയുടെ കയ്യിലല്ല ദീനുൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം. ഈ ഖുറാഫിയുടെ മാർഗം എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല? ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ വളച്ചു കെട്ടിക്കൊണ്ട് ഞങ്ങളാണ് അതിൻ്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെ മാർഗം എന്തുകൊണ്ട് പറ്റൂല? തബ്ലീഗ് ജമാഅത്തിൻ്റെത് എന്തുകൊണ്ട് പറ്റൂല? ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഹദീസ് നിഷേധത്തിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്ന പല ആളുകളുമുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം പോലത്തെ. എന്തുകൊണ്ടത് പറ്റൂല? സലഫി മൻഹജ് തന്നെ വേണം, അത് തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് കൃത്യമായ ഒരുപാട് മറുപടികൾ നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് സലഫി മൻഹജ് അത് തന്നെയാണ് ഉത്തമമായത്, അത് തന്നെ സ്വീകരിക്കണം? എന്തുകൊണ്ട്? لأنهم فقط من يدرس التوحيد والعقيدة الصحيحة. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും. സലഫികൾ മാത്രമാണ്. തൗഹീദുല്ലാഹി, തൗഹീദിന്റെ 3 ഇനങ്ങളാകും. തൗഹീദുർ റുബൂബിയത്താണെങ്കിൽ, തൗഹീദുൽ ഉലൂഹിയത്താണെങ്കിൽ, തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്താണെങ്കിൽ ഇത് കൃത്യമായി പഠിക്കുന്നവർ, ഇത് കൃത്യമായി പ്രബോധനം ചെയ്യുന്നവർ, ഇത് പഠിപ്പിക്കുന്നവർ സലഫികൾ മാത്രമാണ്. ശരിയായ വിശ്വാസം, ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയായ അഖീദക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ഇവർ മാത്രമാണ്. നമ്മുടെ നാട്ടിലുള്ള സലഫി പേരിൽ അറിയപ്പെട്ടവർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മൻഹജ് കൃത്യമായി പഠിച്ച് ഫോളോ ചെയ്യുന്നവർ മാത്രമാണ് ശരിയായ അഖീദ അത് പഠിക്കുന്നത്, പഠിപ്പിക്കുന്നവർ. വഹും ഫഖത്ത് മൻ യുഹാരിബു ശിർക വഇബാദത്തുൽ ഖുബൂരി വസ്സഹറത്തി വൽമുശാവിദീൻ വൽകഹനത്തി വൽ അറാഫീൻ. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് ശിർക്കിനോട് സമരം ചെയ്യുന്നവർ, തൗഹീദിന് വിരുദ്ധമായ ഷിർക്കിനോട് സമരം ചെയ്യുന്നവർ. അത് തെറ്റാണ്, അതിനെതിരിൽ ദഅവത്ത് നടത്തുന്നവർ, ആ പറയുന്ന ഷിർക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എതിർക്കുന്നവർ ഈ സലഫികൾ മാത്രമാണ്. ഖബറാരാധനയെ എതിർക്കുന്നവർ സലഫികൾ മാത്രമാണ്. മാരണത്തിൻ്റെ ആളുകളുടെ എതിർപക്ഷത്തുള്ളവർ, ചീത്ത മന്ത്രവാദത്തിൻ്റെ എതിർവശത്തുള്ള ആളുകൾ, ജ്യോത്സ്യന്മാരുടെയും അതേപോലെ തന്നെ മട്ടക്കാരും മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകൾ തെറ്റാണ് എന്ന് പറയുന്നത് സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യഅ്തനൂന ബിമഅരിഫത്തി സ്വഹീഹി മിനൽ ളഈഫി മിനൽ അഖ്ബാരിൻ നബവിയ്യത്തി വൽ ആഥാരി സലഫിയ്യത്തി അല്ലതി ജാഅത് അനിസ് സലഫ്. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ ഇത് സഹീഹാണ്, ഇന്നത് ളഈഫാണ്, ഇത് സ്വീകരിക്കാൻ പറ്റുന്നതാണ്, ഇത് ബലഹീനമാണ് എന്ന് കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുന്നവരും അത് പരിഗണിക്കുന്നവരും സലഫികൾ മാത്രമാണ്. മുൻഗാമികളിൽ നിന്ന് വന്ന ആധാറുകൾ, അവരിൽ നിന്ന് അധ്യാപനങ്ങൾ, അതിൽ സ്വീകാര്യോഗ്യമായത് ഇന്നതാണ്, അത് ബലഹീനമായത് തള്ളേണ്ടത് ഇന്നതാണ് എന്ന് കൃത്യമായി പറയുന്നവരും പഠിക്കുന്നവരും അന്വേഷിക്കുന്നവരും പഠിപ്പിക്കുന്നവരും സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യുഹാരിബുൽ ബിദ്അ വൽ മുഹ്ദസാത്തി വയുഹദ്ദിറു മിൻഹ. അനാചാരങ്ങൾ, ബിദ്അത്തുകൾ
ആ പറയുന്നതിനെക്കുറിച്ച് താക്കീത് നൽകുന്നവർ സലഫികൾ മാത്രമാണ്. നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ അടുത്ത് ചെന്നാൽ അവരടുത്തുള്ള ഫളായിലുൽ അമാലിന്റെ ഏറ്റവും മഹത്തായ അവർ കാണുന്ന കിതാബിൽ ദഈഫായ മൗളൂആയ ധാരാളം ഹദീസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഖുറാഫികൾ യാതൊരു തെളിവുമില്ലാതെ ദീനുൽ ഇസ്ലാമിൽ നിരന്തരം കാര്യങ്ങൾ കടത്തിക്കൂട്ടി കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. അഖ്ലാനികളായ ആളുകൾ സഹീഹായ ഹദീസുകൾ അവരുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്താൽ പോലും അവരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന് മേൽ പരസ്യമായി തള്ളുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും ദീനിന്റെ വക്താക്കളാണ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ എഴുത്തുകളിലോ അവരുടെ പ്രസംഗങ്ങളിലോ പരിശുദ്ധ ഖുർആൻ അവർക്ക് തോന്നുന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ച് പാരായണം ചെയ്യുമെന്നല്ലാതെ സ്വഹീഹായ ഹദീസുകൾ അതിൻ്റെ സനദോടുകൂടെ കൃത്യമായി അവരുടെ വാക്കുകളിലോ എഴുത്തുകളിലോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. ആ ഹദീസുകളെങ്ങാനും അവർ പറഞ്ഞാൽ അവർ സ്വീകരിച്ച മൻഹജിന് അത് കടുക വിരുദ്ധമാകും. ആളുകൾ അവരുടെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ വഹും فقط من يحذرون من التعصب المذهبي والتعفن القومي والتشرذم الحزبي. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് മദ്ഹബി പക്ഷപാതിത്വത്തിന്റെ പിന്നിൽ പോകാതെ ദലീലിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ദുഷിച്ച ദേശീയതകൾ, അതേപോലെ തന്നെ കക്ഷിത്വങ്ങൾ നമ്മുടെ ഷെയ്ഖ് പറഞ്ഞത് ആ ഷെയ്ഖിന്റെ നാട്ടിൽ പോയി അയാളെ സദസ്സിൽ പോയി മാത്രമേ കാര്യങ്ങൾ കേൾക്കാവൂ, മറ്റുള്ളവർ മുഴുവനും മൻഹജിന്റെ പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കക്ഷിത്വങ്ങൾ, അതിനെക്കുറിച്ച് ശക്തമായി താക്കീത് നൽകൽ യഥാർത്ഥ സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യുഫ്തൂന ബിദ്ദലീൽ. സലഫികൾ മാത്രമാണ് ദീനിന്റെ മസ്അലകൾ ഫത്വ പറയുന്ന സമയത്ത് കൃത്യമായ തെളിവ് അവതരിപ്പിച്ചുകൊണ്ട് ഫത്വകൾ നൽകൽ. അതേപോലെ തന്നെ അന്ധമായ അനുകരണം അത് തെറ്റാണ് എന്ന് പറയൽ. എത്ര വലിയ കിബാറുകളായ സലഫി മൻഹജിൽ അറിയപ്പെട്ട എത്ര വലിയ ഇമാമുകളാണെങ്കിലും, ഇമാം ഷാഫിഈ ആണെങ്കിലും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണെങ്കിലും, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആണെങ്കിലും തെളിവിന് വിരുദ്ധമായി അവരിൽ നിന്ന് ഏതെങ്കിലും വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹദീസിനെതിരാണ്, അത് അദ്ദേഹം പറഞ്ഞ അതിന് വിരുദ്ധമാണ്, ഇവിടെ സഹിയായ ഹദീസ് ഉണ്ട് എന്ന് പറയൽ സലഫികൾ മാത്രം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചു പോയ വാക്കുകളുണ്ട്. എൻ്റെ വാക്കുകൾ അതിന് വിരുദ്ധമായി സഹിഹായ ഹദീസുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് സഹിയായി നിങ്ങൾക്ക് കിട്ടി, ഞാൻ പറഞ്ഞത് അതിന് വിരുദ്ധമാണെങ്കിൽ എൻ്റെ വാക്ക് നിങ്ങൾ ചുമരിലേക്ക് എറിഞ്ഞോണ്ടി, നിങ്ങളുടെ വാക്ക് സ്വീകരിക്കരുത്. ഇത് സലഫികൾ മാത്രം എടുത്ത നിലപാടുകളാണ്. ആ ഇമാമിങ്ങൾ അന്ന് പറയാൻ കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ അവർ മനസ്സിലാക്കി ഫത്വ നൽകി എന്നുള്ളത്. അവർക്ക് ഈ ഹദീസ് കിട്ടിയിട്ടില്ലായിരുന്നു. അന്ന് ഇതുപോലെ സുലഭമായി അത് കിട്ടുന്ന സാഹചര്യമില്ലായിരുന്നു. അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ എതിര് ചെയ്തതല്ല. പക്ഷേ അവർ സൂക്ഷ്മത കൊണ്ട് പറഞ്ഞു, എൻ്റെ ഹദീസ് സഹീഹായ, എൻ്റെ വാക്കുകൾ സഹീഹായ ഹദീസിന് വിരുദ്ധമായി കണ്ടാൽ നിങ്ങൾ എൻ്റെ വാക്ക് ചുമരിലേക്ക് എറിഞ്ഞോണ്ടി. ആ പറയുന്ന വാക്ക് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കുല്ലുൻ യുഖദു മിൻ ഖൗലിഹി വയുറദ്. ആരാണെങ്കിലും അവർ പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുന്നതും തള്ളേണ്ടതുമുണ്ടാകും. ഇല്ലാ സാഹിബു ഹാദിൽ ഖബർ, ഈ ഖബറിൽ കടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് മുഴുവനും സ്വീകരിക്കേണ്ടതാണ്. ഈ പറയുന്ന അദബ്, ഈ പറയുന്ന മര്യാദ ഇത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യുഹദ്ദിറു മിനൽ ഫുജൂരി വസ്സുഫൂർ വസായിരി അസ്നാഫിൽ മലാഹി വശുറൂർ. സലഫികൾ മാത്രമാണ് അധാർമികതയ്ക്ക് എതിര് നിൽക്കുന്നത്. അധാർമികതകൾ, തമ്മാടിത്തരം പിടിച്ച കാര്യങ്ങൾ അത് തെറ്റാണ് എന്ന് കൃത്യമായി പറയുന്ന ആളുകൾ സലഫികളാണ്. അതേപോലെ തന്നെ അഴിഞ്ഞാട്ടങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നത് സലഫികളാണ്. ചില ഭാഗത്ത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത് തെറ്റാണ്, ദീനിന് വിരുദ്ധമാണ് എന്ന മൗലവിമാർ ചിലപ്പോൾ ഫത്വ കൊടുക്കും. ആ പറയുന്ന മൗലവിമാരുടെ ജാറങ്ങളിലും ദർഗകളിലും അവരുടെ മീലാദ് നബിദിന ആഘോഷങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആണും പെണ്ണും ഇടകലരുന്നതിന് അവർക്ക് യാതൊരു തെറ്റുമില്ല, ദീനിന് യാതൊരു വിരുദ്ധത്തിൽ. ഇങ്ങനത്തെ ഇരട്ടത്താപ്പായിരിക്കും ഖുറാഫി മൗലവിമാരുടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതും അതേപോലത്തെ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അവരുടെ ജാറങ്ങളിൽ, അവരുടെ ദർഗകളിൽ, അവരുടെ നബിദിനാഘോഷങ്ങളിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് കാണുന്നില്ലേ, അത് തെറ്റാണ് എന്നവർ പറയാൻ തയ്യാറാകുന്നില്ല. സലഫികൾ പറയും, അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത്, ഇസ്ലാമികമായ കൃത്യമായ ഹിജാബ് ശറഇല്ലാതെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നത് ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമാണ്, ദീനുൽ ഇസ്ലാമിന് എതിരാണ് എന്ന് കൃത്യമായി പറയും. അതേപോലെ തന്നെ തെറ്റായ കളിവിനോദങ്ങൾ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് പറയുന്നത് സലഫികൾ മാത്രമാണ്. മറ്റുള്ള ആളുകൾ ഇല്ലാത്ത പാട്ടുകൾ ഇസ്ലാമിൻ്റെ പേരിൽ, ഇല്ലാത്ത വിനോദങ്ങൾ ഇസ്ലാമീകരിച്ചുകൊണ്ട് സമൂഹത്തിന് അതിലേക്ക് ഇറക്കിവിടുന്നവരായിരിക്കും.
وهم فقط من يدعون لترك الانقلابات والتفجيرات والمظاهرات والثورات. സലഫികൾ മാത്രമായിരിക്കും അട്ടിമറി പ്രവർത്തനങ്ങൾ, ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, അത് തെറ്റാണ് എന്ന് പറയുന്നത് സലഫികൾ മാത്രം. അതേപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങളും മറ്റും ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പറയൽ സലഫികൾ മാത്രം. പ്രകടനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല, വിപ്ലവങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല. ഭരണാധികാരികൾ അട്ടിമറിക്കാൻ, ഭരണകൂടത്തിനെ പുറത്താക്കാൻ, ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് വെട്ടിത്തുറന്ന് കൃത്യമായി സലഫികൾ മാത്രമേ പറയുള്ളൂ. വലാ യുനാഫിസൂന അലാ മുൽക്കി അഹദിൻ, ഏതെങ്കിലും ഒരാളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇവർ മത്സരിക്കാൻ പോകൂല. വലാ യുനാഫിഖൂന അഹദൻ മിനൽ മുലൂക്, ഏതെങ്കിലും ഭരണാധികാരിയുടെ അടുത്ത് ചെന്നോട് കാപട്യം കാണിക്കൂല. അവരെ മുന്നിൽ ചെല്ലുമ്പോൾ നല്ല ആളുകൾ, ഇപ്പുറത്ത് തിരിഞ്ഞാൽ അവർക്ക് എതിരായുള്ള പ്രവർത്തനം, നിഫാഖ് സലഫികളുടെ അടുത്തുണ്ടാകൂല. എന്നാൽ വലാ തറാഹും ബി അബ്വാബി സലാത്തീൻ, ഭരണാധികാരികളുടെ വാതിൽക്കൽ അവരുടെ പണക്കിഴികൾക്ക് വേണ്ടി കാത്തുകെട്ടി നിൽക്കാൻ സലഫികളെ നിങ്ങൾ കാണുകയില്ല. അതോടുകൂടെ സുമ്മഹും അഹ്ലുസ് സമഇ വത്വാഅത്തി ഫിൽ മൻശതി വൽ മക്റഹി വഫി അസ്റത്തിൻ അലൈഹിം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ കൃത്യമായ അധ്യാപനം, ഭരണാധികാരികൾ മുസ്ലിം ഭരണാധികാരികളാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കണം, അവർക്കനുസരിക്കണം. നമുക്ക് പറ്റിയാലും പറ്റിയില്ലെങ്കിലും, അവർ നമ്മെ പുറത്തടിച്ചാലും അവരുടെ നമ്മുടെ സമ്പത്ത് പിടിച്ചാലും ഭരണാധികാരികൾക്ക് അനുസരിക്കണം, അവർ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്ന ആ അധ്യാപനം കൃത്യമായി പാലിക്കാൻ സലഫികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സലഫികൾ എന്ന് പറയുന്നവർ അതിൽ ദീനിൻ്റെ ആളുകളുടെ ആരാധനാപരമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ഫുഖഹാക്കളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ കൃത്യമായി പഠിച്ച് അത് പഠിപ്പിക്കുന്ന മുഹദ്ദിസീങ്ങളും അതേപോലെ തന്നെ ദീനിൽ നിന്ന് മതവിധികൾ കണ്ടെത്തുന്ന മുജ്തഹിദീങ്ങളും മുസ്ലിം ഉമ്മത്തിന് കൃത്യമായി നസീഹത്ത് നടത്തുന്ന മുഅ്മിനീങ്ങളും ഇത് മുഴുവനുണ്ടാകും. ലാ തതഗയ്യറു ഫത്വാഹും വലാ തതഖല്ലബു അംസിജതുഹും. സലഫികളായ ആളുകൾ, ഉലമാക്കൾ, അവരുടെ ഫത്വയിൽ യാതൊരു മാറ്റങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയൂല. സമ്പന്നന്റെ മുന്നിൽ ഒരു ഫത്വ, ദരിദ്രന്റെ മുന്നിൽ മറ്റൊരു ഫത്വ, ഈ നാട്ടിൽ ഒരു ഫത്വ, അപ്പുറത്ത് മറ്റൊരു ഫത്വ, തോന്നുന്നതിനനുസരിച്ച് മാറ്റമുണ്ടാകൂല. അവരുടെ മാനസികാവസ്ഥയിൽ യാതൊരു ഇളക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊഴിഞ്ഞു മറിച്ചിലും ഉണ്ടാകൂല. ഇദാ ജറഹു മുബ്തിലൻ അസ്ഖതു വലൗ കാന അർഫഅൻ നാസ്. സലഫുകളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഏതെങ്കിലും ഒരു അസത്യവാദിയായ, ദീനിന് വിരുദ്ധമായി പോകുന്ന ഒരു വ്യക്തിയെ അവർ ദീനിന് പറ്റാത്ത ആളാണ്, അവൻ്റെ വഴി തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പിന്നെ തകർന്നു. എത്ര ഉയർന്നവനാണെങ്കിലും, യൂസുഫുൽ ഖർളാവിയാണെങ്കിലും സയ്യിദ് ഖുതുബാണെങ്കിലും നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഖുറാഫി മൗലവിമാരെ തലപ്പത്തുള്ള തലവനാണെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ഒരു പണ്ഡിതൻ പറയാണ്, അവൻ ബാത്തിലിൻ്റെ ആളാണ്, അവൻ സത്യത്തിന് വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യം കഴിഞ്ഞു. അവനെ, ആ പറയുന്ന മനുഷ്യനെ പിന്നെ സലഫികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ തിരിഞ്ഞു നോക്കുകയില്ല. ഷെയ്ഖ് മുഖ്ബിൽ വാദിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മൻ സഫഅഹു അഹ്ലുസുന്നത്തി മസ്തതഅ അൻ യഖൂം. അഹ്ലുസുന്നയുടെ ആളുകൾ, ഉലമാക്കൾ, ഒരാൾ ബാത്തിലിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് അവൻ അടിച്ച് താഴ്ത്തിയാൽ പിന്നെ തല ഉയർത്താൻ അവന് കഴിയുകയില്ല. വഇദാ റഅൂ ബാത്തിലൻ ബയ്യനു. സലഫികൾ ആരെടുത്തൊരു തെറ്റ് കണ്ടു എന്നുണ്ടെങ്കിലും അത് തെറ്റാണ് എന്ന് കൃത്യമായി വിവരിച്ചു കൊടുക്കും. വലം യൽതഫിതു ഇലാ സഖതി അഹദിൻ മിനൻ നാസ്. ആളുകൾ കോപ്പിച്ചോ, ആളുകൾക്ക് പറ്റിയില്ലേ, അതവർ തിരിഞ്ഞു നോക്കുകയല്ല. ഇമാമുഹും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, സലഫികളുടെ ഇമാമ്, അവരുടെ നേതാവ് അള്ളാഹുവിൻ്റെ റസൂലാണ്. വത്വരീഖതുഹും മാ കാന അലൈഹി മുഹമ്മദുൻ വഅസ്ഹാബുഹു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ആ റസൂലിൻ്റെ അനുചരന്മാരുടെയും വഴി ഏതായിരുന്നോ, അവരെന്ത് വിശ്വസിച്ചു, അവരെങ്ങനെ ഇബാദത്ത് ചെയ്തു, അവരെങ്ങനെ ദഅവത്ത് നടത്തി, അവരെങ്ങനെ ഇൽമു പഠിച്ചു, എങ്ങനെ പഠിപ്പിച്ചു, അവരുടെ സ്വഭാവം, അവരുടെ ഇടപാട്, ഇത് കൃത്യമായി പാലിക്കുന്നവരാണ് സലഫികൾ. ദഅവത്തുഹും ളാഹിറുഹാ കബാത്തിനിഹാ. സലഫികളുടെ ഉള്ളും പുറം ഒരുപോലെയായിരിക്കും. അവർ ഉള്ളിൽ എന്താണോ ആദർശം, വിശ്വാസം, അത് പുറത്ത് കാണിക്കും. പുറത്ത് കാണിക്കുന്നത് എന്താണോ അത് തന്നെയായിരിക്കും ഉള്ളിലും. ലൈസത് ഫീ ദഅവതിഹിം മുതാജറത്തുൻ ബി അർവാഹിൽ മുസ്ലിമീൻ. സലഫികളുടെ പ്രബോധനത്തിൽ മുസ്ലിമീങ്ങളുടെ ആത്മാക്കളെ കൊണ്ട്, അവരുടെ ജീവൻ കൊണ്ടുള്ള കച്ചവടം നടക്കൂല. ഗസ പോലത്തെ, ഫലസ്തീൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ഉമ്മത്തിന് പിടിപെട്ട ദുരിതങ്ങൾ 10-15 മാസത്തോളം ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, പ്രായം ചെന്നവർ, അവരുടെ സമ്പത്തുകൾ, വീടുകൾ, അത് മുഴുവൻ തരിപ്പണമാക്കാൻ ശത്രുക്കൾക്ക് കൂട്ടുനിന്ന ഈ പറയുന്ന ഇഖ്വാനികളെപ്പോലത്തെ, ഹിസ്ബികളെപ്പോലത്തെ, ലലാലത്തിൻ്റെ ആളുകളെപ്പോലത്തെ പണി സലഫികൾ ചെയ്യുകയില്ല. എന്നിട്ടവർ പറയാണ്, ഗസ വിജയിച്ചു, അവിടെയുള്ള ഫലസ്തീനികൾ വിജയിച്ചു, ഈ പറയുന്ന ദുരിതങ്ങൾ മുഴുവനുണ്ടായി.
അലി റംലി ഹഫിളഹുല്ല ഈ പറയുന്ന ഇവരുടെ ഈ ഹിസ്ബികളെ ഇഖ്വാനികളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പറഞ്ഞ വാക്ക്, ഫലസ്തീനികൾ ദുആ ചെയ്യാൻ, ഞങ്ങൾക്ക് ഈ ഗതികേട് വരുത്തിവെച്ചിട്ട് ഞങ്ങൾ വിജയിച്ചു എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ലഭിച്ചതുപോലത്തെ ഒരു വിജയം ആ പറഞ്ഞവർക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കട്ടെ, അവർ നാമീൻ പറയട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിലെ ഇഖ്വാനികളും ഹിസ്ബികളും പറഞ്ഞു നൽകാണ്, ഗസ വിജയിച്ചു. ഈ പറയുന്ന 10-15 മാസം ഈ ദുരിതങ്ങൾ മുഴുവനും അവർ വന്നു വരുത്തിയിട്ട് അവർ വിജയിച്ചു. അവരോട് നമുക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഗസ വിജയിച്ചു എന്നുണ്ടെങ്കിൽ അവരുടെ ഭവനങ്ങൾ, അവരുടെ സമ്പത്തുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ശരീരങ്ങൾ, അവരുടെ ഭൗതികവും ദീനിയും ദുന്യവിയുമായ സംവിധാനങ്ങൾ, പള്ളികൾ, സ്ഥാപനം തകർക്കപ്പെട്ടിട്ട് അവർ പറയാണ് ഗസ വിജയിച്ചു എന്ന് എവനെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവനോടും പറയാനുള്ളത്, ഈ ഗസക്കാർ വിജയിച്ചതുപോലത്തെ ഒരു വിജയം നിനക്കും നിന്റെ കുടുംബത്തിനും ലഭിക്കട്ടെ. പറയൂ നീ ആമീൻ, പറയൂ നിങ്ങൾ ആമീൻ, ദുആ ചെയ്യ. നിങ്ങളിങ്ങനെ പറയാൻ തയ്യാറാകും. ഒരല്പബുദ്ധിയുള്ള മനുഷ്യന്മാർ, സലഫികൾ മുസ്ലിമീങ്ങളുടെ ജീവൻ കൊണ്ട് ഇതുപോലെ കച്ചവടം ചെയ്യൂല. വലാ തുബാഉ ഫീ അസ്വാഖിൽ നഖാസീൻ, അടിമ ചന്തകളിൽ മുസ്ലിമീങ്ങളെ കൊണ്ടുപോയി വിൽക്കപ്പെടുകയില്ല. വലാ യുരീദൂന മിനന്നാസി അജ്റൻ വലാ ജസാഅൻ വലാ ശുക്കൂറ. സലഫികൾ ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ ദഅവത്ത് നടത്തുമ്പോൾ ആളുകളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലോ എന്തെങ്കിലും കൂലിയോ എന്തെങ്കിലും നന്ദി വാക്ക് പോലും ആളുകളിൽ നിന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുകയില്ല. ദുആഉഹും അസ്സബാത്ത്. സലഫികളാകുമ്പോൾ അവർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളത്, തേടാനുള്ളത് എപ്പോഴും അള്ളാഹുവേ ഇതിൽ നീ ഞങ്ങളെ നിലനിർത്തി തരണമേ എന്നുള്ളതാണ്. അള്ളാഹുവേ ഇതിൽ നീ ഞങ്ങളെ നിലനിർത്തി തരണമെന്നുള്ളത്. ദഅവത്തുഹു വദഅവത്തുഹും തൗഹീദ്. അവർക്ക് പ്രബോധനം ചെയ്യാനുള്ളത്, അവരുടെ ദഅവത്തിന്റെ മുന്നിലും പിന്നിലും അതിന്റെ ഇടയിലും അവർക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ്. തൗഹീദുല്ലാഹിയിലേക്കാണ്. വഹദിയുഹും അസ്സുനൻ. അവർക്കുള്ള മാർഗം ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്, അവർ സ്വീകരിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും ചര്യകളാണ്. വത്വരീഖുഹും അൽ ഇത്തിബാ. അവരുടെ വഴി അള്ളാഹുവിന്റെ റസൂലിനെ, അവിടുത്തെ അനുചരന്മാരെ പിൻപറ്റുക എന്നുള്ളതാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുക എന്നുള്ളതല്ല. ഫലാ സനാഉൻ നാസി യഗുറുഹും. ആളുകൾ പുകഴ്ത്തി എന്ന് കരുതിയിട്ട് സലഫികൾ വഞ്ചിതരാകൂല. വലാ ദമ്മുഹും യുഗിമ്മുഹും. ആളുകൾ കുറ്റപ്പെടുത്തി എന്ന് കരുതിയിട്ട് മനസ്സിലൊരു ടെൻഷനും ഇല്ല, തന്നെ ഒരു വിഷമം ഉണ്ടാകൂല സലഫികൾക്ക്. അള്ളാഹുവിന് നമ്മോട് എന്തായിരിക്കും, അത് മാത്രമാണ് ചിന്ത. ലാ യളുറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും. സലഫികളോട് ആരെങ്കിലും എതിരായി അവർക്കൊരു ഉപദ്രവവുമില്ല. അവർക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് സഹായിക്കാതെ ആരെങ്കിലും അവരെ കൈയൊഴിഞ്ഞു ഒരു പ്രയാസവുമില്ല. ഹത്താ യഅതിയ അംറുല്ലാഹി വഹും അലാ ദാലിക്. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, മരണം വരുന്നത് വരെ, ഖിയാമത്ത് നാൾ വരുന്നത് വരെ സലഫികൾ ആ മൻഹജിൽ കൃത്യമായി മുന്നോട്ട് പോകും. ഫലില്ലാഹി മാ അഅളമ ദഅവതഹും. ഈ പറയുന്ന സലഫി ദഅവത്ത് ഇത്ര മഹത്തമാക്കിയത് അള്ളാഹുവിനാണ് സ്തുതി. അതിൽ നമ്മൾ അത്ഭുതം കൂറുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ മൻഹജ് പഠിക്കാനും ഇതിൽ മുന്നേറാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണ് സലഫിയത്ത്, എന്തുകൊണ്ട് സലഫിയായി എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളാണ് ചെറിയ നിലക്ക് നമ്മൾ പറഞ്ഞത്. അപ്പം എന്താണ് സലഫിയത്ത്? സ്വാഭാവികമായിട്ട് നമ്മളത് അറിയേണ്ടതുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട്. അത് എന്താണ് എന്നുള്ളത് ചെറിയ നിലക്ക് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. എനിക്ക് അപേക്ഷിക്കാനുള്ളത്, പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും തഹിയ്യത്ത് 2 റക്അത്ത് നിസ്കരിച്ചേ ഇരിക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ മര്യാദ, അതാണ് അതിൻ്റെ നിയമവും. സലഫിയത്ത് എന്ന് പറയുന്ന ഈ സലഫ് എന്ന് പറയുന്ന ആ വാക്ക് ഭാഷാ അർത്ഥത്തിൽ സീന്, ലാമ്, ഫ ഈ 3 അക്ഷരങ്ങൾ കൂടി ഒരുമിച്ച് കൂടിയൊരു വാക്ക്. ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽ മുത്തഖദ്ദിമു അസ്സാബിഖു എന്നുള്ളത്, മുൻകടന്നത്, നമ്മുടെ മുന്നിൽ കടന്നു പോയത്. പ്രായം കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഒക്കെ നമ്മുടെ മുന്നിൽ കടന്നു പോയതിനാണ് നമ്മൾ മുൻകടന്നത് എന്നുള്ള അർത്ഥത്തിൽ സലഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ആയത്തുകളിലൊക്കെ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുഖ്റുഫിൽ പറഞ്ഞ ആയത്തിൽ ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ. ഫജഅൽനാഹും സലഫൻ, നാം അവരെ മുൻഗാമികളാക്കി, ശേഷം വരുന്ന ആളുകളുടെ മുന്നിൽ കടന്നുപോയ ആളുകളാക്കി. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വിശദീകരിച്ച സമയത്ത് പറഞ്ഞു, അസ്സലഫു മൻ തഖദ്ദമ മിനൽ ആബാ. പിതാക്കൾ, മാതാപിതാക്കൾ, അതുള്ള മറ്റുള്ള ആളുകളും നമ്മുടെ മുന്നിൽ കടന്നുപോയ ആളുകൾ, അവർക്കാണ് ഭാഷാ അർത്ഥത്തിൽ സലഫ് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം രോഗിയായി കിടക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്ന സമയത്ത്
അവരോട് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി, മുസ്ലിം പോലത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്. ആ പറഞ്ഞതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്നു, ഫത്തഖില്ലാഹ വസ്ബിരി, മോളെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ക്ഷമിക്കണം. വാപ്പ മരിച്ച് പിരിഞ്ഞു പോകും, മരണം അടുത്തിട്ടുണ്ട് എന്നുള്ള ആ വാക്ക് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയും ചെയ്തിരുന്നു. അവിടെ പറഞ്ഞു, ഫത്തഖില്ലാഹ വസ്ബിരി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ക്ഷമിക്കണം. ഫഇന്നഹു നിഅമസ്സലഫു അനലക്കി, ഫഇന്നഹു നിഅമസ്സലഫു അനലക്കി, നിശ്ചയം ഞാൻ നിനക്കുള്ള മുൻഗാമിയാണ് എന്ന് പറഞ്ഞു. ഹാഫിദുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ പറഞ്ഞ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഫഇന്നഹു നിഅമസ്സലഫു അനലക്കി എന്ന് പറഞ്ഞാൽ അസ്സലഫുൽ മുതഖദ്ദിം, നിന്റെ മുന്നിൽ പോകുന്ന ആളാണ് ഞാൻ. അന മുതഖദ്ദിമുൻ ഖുദ്ദാമകി ഫതരിദീന അലയ്യ, ഞാൻ നിന്റെ മുന്നിൽ പോവുകയാണ്. മഹ്ശറയിൽ ഹൗലിൻ്റെ അടുത്തേക്ക് നീ എൻ്റെ അടുത്ത് വരും, ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ നിലക്ക്. അപ്പോൾ ചുരുക്കത്തിൽ ഭാഷാ അർത്ഥത്തിൽ സലഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ പോയ ആളുകൾ, മുൻകടന്ന ആളുകൾ എന്നുള്ളത്. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സലഫികൾ, സലഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു, ഭാഷാർത്ഥത്തിൽ സലഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ പോയ ആരാണെങ്കിൽ, നല്ലവരി എന്നോ ചീത്ത എന്നോ ഒന്നുമില്ല, നമ്മുടെ മുന്നിൽ കടന്നുപോയ ആളുകൾക്ക് മുഴുവൻ സലഫ് എന്ന് പറയും. സലഫ് എന്ന് പറയും. സാലിഫ് എന്ന് പറയുന്നതിൻ്റെ ബഹുവചനവുമാണ് സലഫ് എന്ന് പറയുന്നത്, മുൻ കടന്നു പോയവർ. അതിൻ്റെ ഭാഷാ അർത്ഥം ഏകദേശം അങ്ങനെയാണ്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സലഫ് എന്ന് പറഞ്ഞാൽ, ദീനുൽ ഇസ്ലാമിൽ സലഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അസ്സലഫു ഹും അഹ്ലുൽ ഖുറൂനി സലാസത്തിൽ ലദീന ഷഹിദ ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖൈരിയ്യ. ദീനുൽ ഇസ്ലാമിൽ സലഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് ഉത്തമരാണ് എന്ന് സാക്ഷ്യം വഹിച്ച് പുകഴ്ത്തി പറഞ്ഞ് നമ്മുടെ മുന്നിൽ കടന്നുപോയ ആളുകൾ, മുൻകടന്നുപോയ ആളുകളാണ്. പക്ഷേ അതിൽപ്പെട്ട ഉത്തമരായ 3 നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് അവർ ഉത്തമരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബുഖാരി, മുസ്ലിം, മറ്റുള്ള മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത്, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, മനുഷ്യരെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എൻ്റെ തലമുറയിലുള്ളവർ, സഹാബത്താണ് ഉദ്ദേശം. പിന്നെ അവരോടടുത്തവർ താബിഈങ്ങൾ, പിന്നെ അവരോടടുത്ത താബികൾ. ഈ 3 നൂറ്റാണ്ടിലുള്ള നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഈ ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഉത്തമരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ സലഫ് എന്ന് പറഞ്ഞാൽ അസ്സലഫു, അതല്ലെങ്കിൽ അസ്സലഫ് എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന 3 നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ഉത്തമരായ ആളുകൾ. ആ നൂറ്റാണ്ട് മാത്രം പോരാ, ആ കാലം മാത്രം പോരാ. സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ, അവർ ജീവിച്ച കാലത്ത് തന്നെ മുശ്രിക്കീങ്ങളായ അബൂജഹലും അബൂലഹബും അബൂ താലിബും കുഫാറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുനാഫിക്കീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജൂതന്മാരുണ്ടായിട്ടുണ്ട്. അവരല്ല. അതേപോലെ തന്നെ മറ്റുള്ള ഖദരികളായ ആളുകൾ, വിശ്വാസത്തിൽ വ്യതിചലിച്ച പല ആളുകളുണ്ടായിട്ടുണ്ട്. അവരൊന്നും സലഫികളല്ല, ഉത്തമരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് വിശേഷിപ്പിച്ച ആ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ അഥവാ സഹാബികൾ. അപ്പോൾ സലഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനത്തുള്ള ആളുകൾ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ താബിഈങ്ങൾ, അതേപോലെ തന്നെ അത്ബാഉ താബിഈങ്ങൾ. ഈ പറയുന്ന 3 വിഭാഗം ആളുകൾ. ഇതാണ് ദീനുൽ ഇസ്ലാമിൽ അസ്സലഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരിലേക്ക് ചേർക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് സലഫി എന്ന് പറയുന്നത്, സലഫി. അപ്പം മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ ഈ ഉത്തമരായ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ സ്വീകരിച്ച മാർഗം പിന്തുടർന്നു പോകുന്ന ആളുകൾ. ഉത്തമരായ ഈ നൂറ്റാണ്ടിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരാണ് എന്ന് പറഞ്ഞ ഇവർ സ്വീകരിച്ച മാർഗം കൃത്യമായി പിന്തുടർന്നു പോകുന്ന ആളുകൾ. ആ ആളുകൾക്ക് സലഫികൾ എന്ന് പറയും. ആ മാർഗത്തിന് അൽ മൻഹജു സലഫി എന്ന് പറയും. ആ മാർഗത്തിന് അൽ മൻഹജു സലഫി എന്ന് പറയും. അസ്സലഫിയ്യത്തു നിസ്ബത്തുൻ ഇലസ്സലഫ്. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സലഫിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സലഫുകളിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അത് അറബിയിലുള്ള പ്രയോഗമാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെക്കുറിച്ച് ഹിന്ദി എന്ന് പറയും, സൗദിയിലുള്ള ആളുകൾക്ക് സൗദി എന്ന് പറയും, സൗദിയിലുള്ള ഓരോ കാര്യങ്ങൾ സഊദിയ എന്ന് പറയും, ഹിന്ദിയ എന്ന് പറയും, ഹിന്ദിയിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ. എന്നതുപോലെ മൻഹജു സലഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസ്സലഫിയ്യത്ത് എന്ന് പറയുന്ന മുൻഗാമികളായ ഉത്തമരായ ഈ ആളുകൾ ദീനുൽ ഇസ്ലാമിനെ എങ്ങനെ മനസ്സിലാക്കി, വിശ്വാസപരമായിട്ടും
ആരാധനാപരമായിട്ടും അതിൻ്റെ ഇടപാടുകളിൽ, സ്വഭാവങ്ങളിൽ, മര്യാദകളിൽ, ദഅവത്തിൽ, ഇൽമ് പഠിക്കുന്ന വിഷയത്തിൽ, പഠിപ്പിക്കുന്ന വിഷയത്തിൽ, ഇതിലൊക്കെ അവർ എന്തു ചെയ്തു, എങ്ങനെ പോയി, ആ മാർഗം കൃത്യമായി പിന്തുടർന്ന ആളുകൾ അവർക്ക് സലഫികൾ എന്ന് പറയും. ആ മാർഗത്തിന് അൽ മൻഹജു സലഫി എന്ന് പറയും. അള്ളാഹുവിൻ്റെ റസൂല് അവർ ഉത്തമരാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിലും മറ്റുള്ള ആയാത്തുകളിലും ഹദീസുകളിൽ കൂടെ ഇത് വിശദീകരിച്ചത് കൊണ്ടാണ് അത് പറയുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുൻ കടന്നുപോയ ആളുകൾ, നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയി. മുഹാജിരീങ്ങൾ, അൻസാറുകൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ, രണ്ട് വിഭാഗമായിരുന്ന ഹിജറ ചെന്ന് മദീനയിൽ കൂടിയവരും ആ മദീനയിൽ സ്ഥിരമായിട്ട് മുമ്പ് ഉണ്ടായിരുന്ന സഹായികളായി നിന്ന അൻസാരികൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല നിലക്ക് അവരോട് പിന്തുടർന്നവർ. നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അവർ ദീനുൽ ഇസ്ലാമിനെ എങ്ങനെ മനസ്സിലാക്കിയോ പഠിച്ചോ അതേപോലെ കൃത്യമായി വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ഇടപാടുകളുടെയും സ്വഭാവത്തിൻ്റെയും മര്യാദയുടെയും ഇൽമു പഠിക്കുന്നതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും പ്രബോധനത്തിൻ്റെയും ഓരോ വിഷയങ്ങളിൽ അവർ എങ്ങനെ ഈ പറയുന്ന ദീനുൽ ഇസ്ലാം സ്വീകരിച്ചുവോ അതുപോലെ അത് കൃത്യമായി പാലിക്കുന്ന അവരോട് പിന്തുടർന്ന ആളുകൾ. റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹുവിനെ കുറിച്ച് അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിൽ കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങൾ അള്ളാഹു അവർക്ക് ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദൻ, അവർ കാലാകാലം അതിൽ താമസിക്കും. ദാരിക്കൽ ഫൗസുൽ അദീം. ഈ പറയുന്ന ആയത്തിൽ ഈ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുകയും അവർക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്ത ആയത്ത്. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് കേട്ട ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ ഹദീസിൽ പറഞ്ഞ 3 തലമുറയിലുള്ള ആളുകൾ. മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഖാലത്ത്, സഅല റജുലൻ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായത് ആരാണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അൽ ഖർനുല്ലദീ അനഫി, ഞാൻ ഏതൊരു തലമുറയിലാണോ ആ തലമുറ. സുമ്മത്താനി സുമ്മത്താലിസ്, പിന്നെ രണ്ടാമത്തതും അതിൻ്റെ ശേഷമുള്ള മൂന്നാമത്തതും ഇവരാണ് എന്ന് പറഞ്ഞു. ഈ ആയത്തും ഈ പറയുന്ന ഹദീസും ആ പറയുന്ന തലമുറകളിലുള്ള ആളുകൾ, ഈ പറയുന്ന വിശേഷണമുള്ള ആളുകൾ ഉത്തമരാണ് എന്ന് പറയുകയും അവരാണ് നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയ ഉത്തമരായ തലമുറയും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉത്തമരല്ലാതെ ദുഷിച്ച് നശിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ അതേപോലെ തന്നെ മൻഹജിയായ കാര്യങ്ങളിൽ വഴിപയച്ചു പോയ ആളുകൾ ആ തലമുറയിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവരല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബൂ താലിബിനെ പോലത്തെ, അബൂജഹലിനെ പോലത്തെ, അബൂലഹബിനെ പോലത്തെ മുശ്രിക്കീങ്ങളായ ആളുകൾ, അതേപോലെ തന്നെ ഖദറിന്റെ നിഷേധികളായിരുന്ന ഖദരികൾ എന്ന് പറയുന്ന ആളുകൾ സഹാബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഖവാരിജുകൾ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിലെ ഭരണാധികാരികളും മുസ്ലിമീങ്ങളും കുഫാറുകളാണ് എന്ന് പറയുന്ന ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹു പോലത്തെ സഹാബികൾ പ്രമുഖരുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. റാഫിളികൾ എന്ന് പറയുന്ന സഹാബികൾ ബഹുഭൂരിഭാഗവും കുഫാറുകളാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിയാണ്, വേശ്യയാണ് എന്ന് പറയുന്ന റാഫിളികളായ ഷിയാക്കൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അഹ്ലു ബൈത്തിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലത്തെയും കുടുംബത്തിനെയും ആക്രമിച്ച് കൊന്ന നവാസിബുകൾ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിനെ വെറുത്ത് അവരോട് ദുൽമ ചെയ്ത ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്നവരല്ല, നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പോയ ആ തലമുറയിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് സലഫുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്, ഉപയോഗിക്കപ്പെടുന്നത്. അവരാണ് അസ്സലഫ് എന്ന് പറഞ്ഞ ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞു. അവർ സ്വീകരിച്ച മൻഹജ് മാർഗം വഴി, അതിനാണ് മൻഹജു സലഫി എന്ന് പറയും. അതിലേക്ക് ചേർത്ത് അതിനോട് പിന്തുടർന്ന് അതേപോലെ ജീവിച്ച് മുന്നേറുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്കാണ് സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും പറയപ്പെടുന്നതും. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്താണ്. സഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൻ്റെ മുഖവുരയിൽ പറഞ്ഞ ഒരു സംഭവം അസർ അലി ഇബ്നു ഷഖീഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖാല സമയത്തു അബ്ദുല്ലാഹി ബിൻ മുബാറക്കി റഹിമഹുല്ലാ യഖൂലു അലാ റൂസിന്നാസ്, ആളുകൾ ഒരുമിച്ച് കൂടിയ വലിയൊരു സദസ്സിൽ വെച്ച് അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഞാൻ കേട്ടു. ദഉ ഹദീസ അംർ ബിൻ സാബിത്തിൻ, അംർ ബിൻ സാബിത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ഹദീസ് നിങ്ങൾ സ്വീകരിക്കരുതേ, അതൊഴിവാക്കണം. ഫഇന്നഹു കാന യശ്തുമു സലഫ്, കാരണം അവൻ സലഫുകളെ ചീത്ത പറയുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞു,
സലഫുകൾ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും മുന്നിൽ ഒന്നാമതായി നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്. അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ പറയുന്ന അംർ ഇബ്നു സാബിത്തിന്റെ ഹദീസ് നിങ്ങൾ സ്വീകരിക്കരുത്, അവൻ സലഫുകളെ ചീത്ത പറയുന്ന ആളായിരുന്നു. ആ പറയുന്നവര് സലഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്. അപ്പൊ ഏറ്റവും ആദ്യം സലഫ് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, അതിന്റെ ശേഷം താബിഈങ്ങൾ, അതിന്റെ ശേഷം താബിഈങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഉസൂലുസുന്ന എന്ന് പറയുന്ന മഹത്തായ പ്രസിദ്ധമായ ആ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഉസൂലുസുന്നത്തി ഇൻദന, നമ്മുടെ അടുത്ത് സുന്നത്തിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ ഇഖ്തിദാഉ ബിഹിം. സുന്നിയാണ് ഒരാൾ സുന്നിയാണ്, അവൻ സുന്നത്തിന്റെ വക്താവാണ്, സലഫിയാണ്. നമ്മൾ ശേഷം പറയുന്നുണ്ട് സലഫി, സുന്നി, അഥരി, ഈ പറയുന്ന പേരുകളൊക്കെ ഈ പറയുന്ന ഒരൊറ്റ വിഭാഗത്തിന്, ഈ മൻഹജിന് പറയപ്പെടുന്ന പേരുകളാണ്. ഉസൂലു സുന്നത്തി ഇൻദന, സുന്നത്തിന്റെ അസ്ലുകൾ, അടിസ്ഥാനം നമ്മുടെ അടുത്ത് അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഏതൊരു മാർഗത്തിലായിരുന്നോ ആ പറയുന്ന സഹാബത്തിന്റെ ആ മാർഗം മുറുകെ പിടിക്കുക, അതാണ് നമ്മളെടുത്ത് ഉസൂലു സുന്നത്തിന്റെ അടിസ്ഥാനം. അത് ഒരാളെ സുന്നി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് സ്വീകരിച്ച മാർഗം കൃത്യമായി അവൻ പാലിക്കുന്നവനായിരിക്കണം, അത് സ്വീകരിക്കുന്നവനായിരിക്കണം. അപ്പോഴേ സുന്നിയാകുള്ളൂ, സുന്നത്തിന്റെ വക്താവാകുള്ളൂ. വൽ ഇഖ്തിദാഉ ബിഹിം, അവരോട് പിന്തുടരുകയും ചെയ്യുക. ഇമാം ഇബ്നു അല്ലാമ സഫാരീനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലവാമിഉൽ അൻവാർ എന്ന് പറയുന്ന പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞു, അൽ മുറാദ് ബി മദ്ഹബി സലഫ്, സലഫി മദ്ഹബ്, സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം മാ കാന അലൈഹി സഹാബത്തുൽ കിറാം, ബഹുമാനിയരായ ആദരണീയരായ സഹാബികൾ ഏതൊരു മാർഗത്തിലായിരുന്നോ അതാണ്. വഅയാനു താബിഈന ലഹും ബി ഇഹ്സാൻ, നല്ല നിലക്ക് അവരോട് പിന്തുടർന്ന താബിഈങ്ങളുടെ പ്രമുഖരും, വഅത്ബാഉഹും വഅഇമ്മത്തുദ്ദീനി, അതേപോലെ തന്നെ അവരോട് പിന്തുടർന്നവർ, ദീനിൽ മുൻകഴിഞ്ഞു പോയ ഇമാമുകൾ, മിമ്മൻ ഷുഹിദ ലഹു ബിൽ ഇമാമത്തി, ദീനുൽ ഇസ്ലാമിന്റെ നേതൃത്വം കൊണ്ട് അറിയപ്പെട്ടവർ, 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബ്ദുല്ലാഹി മുബാറക് പോലത്തെ അറിയപ്പെട്ട ഇമാമുകൾ. വഅരിഫ ഇളമു ശഅനിഹി ഫിദ്ദീൻ, ദീനിൽ അവരുടെ ബഹുമാനും ആദരവും അറിയപ്പെട്ടവർ. വതലഖന്നാസു കലാമഹും ഖലഫൻ അൻ സലഫ്, ശേഷം വരുന്ന ആളുകൾ മുൻഗാമികളിൽ നിന്ന് ഇവർ നമ്മുടെ ഇമാമുകളാണ്, ഇവരെ നമുക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ആളുകൾ സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത ആളുകൾ. എന്നല്ലാതെ ബിദ്അത്ത് കൊണ്ടോ അതല്ലെങ്കിൽ സ്വീകാര്യോഗ്യമല്ലാത്ത ഖവാരിജുകൾ, റാഫിളികൾ, ഖദരികൾ, ഇർജാഇന്റെ, ജബരിയത്തിന്റെ, ജഹമിയത്ത്, ഇങ്ങനത്തെ വഴിപയച്ച ആളുകൾ മുൻകഴിഞ്ഞു പോയി എന്ന് കരുതി അവർ ഈ പറയുന്ന സലഫി മൻഹജിലുള്ള ആരുമല്ല, അവരെ നമുക്ക് സ്വീകരിക്കാനും പറ്റൂല. അപ്പോൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോകണം, അവരുത്തമരാവണം. അള്ളാഹുവിന്റെ റസൂൽ ഉത്തമരാണ് എന്ന് പറഞ്ഞ ആ നൂറ്റാണ്ടിൽ ജീവിച്ച ഈ പറയുന്ന 2-3 തലമുറയിൽപ്പെട്ട ആളുകൾ. അല്ലാമ മുഹമ്മദ് അമാനുൽ ജാമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ അസ്സിഫാത്തുൽ ഇലാഹിയത്തി ഫീ ലൗഇൽ കിതാബി വസുന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ഇൻദമാ തുത്ലഖു കലിമത്തു സലഫ്, സലഫി എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ഇന്നമാ നഅനി ബിഹാ മിനൻ നാഹിയത്തിൽ ഇസ്തിലാഹിയ, ദീനുൽ ഇസ്ലാമിന്റെ സാങ്കേതികമായ വശത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഏറ്റവും ആദ്യമായിട്ട്, അല്ലദീന ഹളറു അസ്റഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അവർ ജീവിച്ചവരാണ്, ഹാജറായി. ഫഅഖദൂ മിൻഹു ഹാദദ്ദീന, ഈ ദീനുൽ ഇസ്ലാം റസൂലിൽ നിന്നാണ് അവർ സ്വീകരിച്ചത്, മുബാശറത്തൻ, നേർക്ക് നേരെ, ഇടയിൽ വേറെ ആരുമില്ലാതെ. ഗല്ലൻ തരിയൻ, ഏറ്റവും അത് അള്ളാഹു ഇറക്കിക്കൊടുത്ത അതേ ആ ഒരു ഫ്രഷ്നെസ്സിൽ, അതിന്റെ ഏറ്റവും ഉത്തമമായ പൂർണ്ണമായ ആരൂപത്തിൽ. ഫി ഉസൂലിഹി വ ഫുറൂഇഹി, വിശ്വാസപരമായ അതിന്റെ മറ്റുള്ള ആരാധനാപരമായ എല്ലാ കാര്യങ്ങളിലും. കമാ യദ്ഖുലു ഫി ഹാദൽ ഇസ്തിലാഹി, ഈ സഹാബത്തിന്റെ ശേഷം ഈ പറയുന്ന സാങ്കേതികമായ പര്യായത്തിൽ പ്രവേശിക്കുന്നത് അത്താബിഊന ലഹും, അവരോട് പിന്തുടർന്ന താബിഈങ്ങൾ. വലിതു ഇൽമഹും ഖബ്ല അൻ യതൂല അലൈഹി, ഒരുപാട് കാലം കഴിയുന്നതിന്റെ മുമ്പ് സഹാബികളിൽ നിന്ന് നേർക്ക് നേരെ സ്വീകരിച്ചു. വല്ലദീന ശമിലതുഹും ഷഹാദത്തുർ റസൂലി ലഹും വതനാഉഹു അലൈഹിം ബിഅന്നഹും ഖൈറുന്നാസ്, അള്ളാഹുവിന്റെ റസൂല് അവർക്ക് സാക്ഷ്യപത്രം നൽകുകയും അവരെ പുകഴ്ത്തുകയും ചെയ്തു, അവർ ഏറ്റവും ഉത്തമരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് നമ്മൾ സലഫികൾ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ ആ സലഫികൾ എന്ന് പറഞ്ഞാൽ ആരാണ്, സലഫിയത്ത് എന്താണ്, മൻഹജ് സലഫി എന്താണ് എന്നുള്ളത് ഈ പറയുന്ന അഖ്വാലുകളിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഈ വാക്കുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാമ അമാനുൽ ജാമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വയത്തളിഹു മിമ്മാ തഖദ്ദം, മുമ്പ് വിവരിച്ചതിൽ നിന്ന് കൃത്യമായി നമുക്ക് വെളിവാകുന്നു,
അന്ന മദ്ലൂല സലഫിയത്തി അസ്ബഹ ഇസ്തിലാഹൻ യുത്ലഖു അല ത്വരീഖത്തി റഈലിൽ അവ്വൽ. ഏറ്റവും ആദ്യത്തെ തലമുറ അഥവാ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ യഖ്തദൂന ബിഹിം, അവരോട് പിന്തുടർന്ന ആളുകൾ, ഫീ തലഖിൽ ഇൽമി, ഇൽമു സ്വീകരിക്കുന്ന വിഷയത്തിൽ, വത്വരീഖത്തി ഫഹ്മിഹി, അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ, വബിതബിയത്തി ദഅവത്തി ഇലൈഹി, അതിലേക്ക് എങ്ങനെ പ്രബോധനം ചെയ്യണം അതിന്റെ വിഷയത്തിൽ. ഫലം യഅദു മഹ്സൂറൻ ബിദൗരിൻ താരീഖിയ്യിൻ മുഅയ്യൻ. ചുരുക്കത്തിൽ ആ പറയുന്നവരെ പിന്തുടർന്ന് പോകുന്ന ആളുകൾ ഏത് നാട്ടിലാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും അവരൊക്കെ സലഫികളാണ്. അവർ സ്വീകരിച്ച മൻഹജ് സലഫി മൻഹജുമാണ്. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം അത് കൃത്യമായി നമുക്ക് നൽകുന്നു. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി മൻസൂരീന അലൽ ഹഖ്. ഒരു വിഭാഗം ആളുകൾ സത്യത്തിന്റെ മേൽ വിജയിച്ചവരായി, ഉയർന്നു നിൽക്കുന്നവരായി, മികച്ചു നിൽക്കുന്നവരായി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ലാ യദുർറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും. അവരോട് എതിരായി ആരെങ്കിലും, അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്ത ആരെങ്കിലും, അത് അവരെ ബാധിക്കുകയേയില്ല, അതവരെ അപകടപ്പെടുത്തുകയുമില്ല. ഷെയ്ഖ് അബ്ദുൽ ബുഖാരി ഹഫിളഹുല്ല ഈ പറയുന്ന കാര്യങ്ങൾ പലതും വിശദീകരിച്ചുകൊണ്ട് പറയാണ്, നമുക്ക് കൃത്യമായി അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നമ്മൾ സലഫികൾ എന്ന് പറഞ്ഞാൽ ഹുമുസ് സ്വഹാബത്തു വത്താബിഊൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സഹാബികൾ, താബിഈങ്ങൾ, അവരെ നല്ല നിലക്ക് ഖിയാമത്ത് നാൾ വരെ പിന്തുടർന്ന് അവരുടെ ആ വഴിയിൽ സഞ്ചരിച്ച് അത് ദീനായി സ്വീകരിച്ച ആളുകൾ, ചുരുക്കത്തിൽ അവരാണ് സലഫികൾ. ആ പറയുന്ന മൻഹജിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് സലഫികൾ. സലഫി എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റ് പല പേരുകളിലും ഈ മാർഗം പിന്തുടർന്നു പോകുന്ന ആളുകളെ അറിയപ്പെട്ടത്, ചരിത്രത്തിൽ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. മറ്റ് പല പേരുകളുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ, അൽ ഫിർഖത്തുൻ നാജിയ, അത്വാഇഫത്തുൽ മൻസൂറ, അൽ ഖുറബ, ഇങ്ങനത്തെ പല പേരുകളുണ്ട്. പേരുകൾ വിഭിന്നമാണെങ്കിലും ആശയങ്ങളും അർത്ഥവും വ്യക്തികളും വക്താക്കളും ഒന്ന് തന്നെയാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയാണ്, ഇദാ ബലഗക അൻ റജുലിൻ ബിൽ മശ്രിഖി സാഹിബി സുന്ന. കിഴക്ക് ഭാഗത്ത്, ഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് സുന്നത്ത് പിൻപറ്റുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നീ കേട്ടു എന്ന് വെക്കുക. വആഖിറു ബിൽ മഗ്രിബ്, മറ്റൊരാൾ സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറാണുള്ളത്. ഇത്രയും വിശാലമായ, ഇത്രയും വൈദൂരത്തിൽ രണ്ട് വ്യക്തികളെ കുറിച്ച് കേട്ടു എന്ന് വെക്കുക. ഫബഅസ് ഇലൈഹിമാ ബിസ്സലാം. അദ്ദേഹം ഇറാഖിലുള്ള ആളാണ്. സുഫിയാൻ സൗരി റഹ്മഹുല്ലാ ഇറാഖിൽ നിന്നാണ് പറയുന്നത്. ഒരാൾ കിഴക്കിലും ഒരാൾ പടിഞ്ഞാറുമാണ്. ഇത്ര വിശാലമായ വൈദൂരം അവരുടെ ഇടയിൽ ഉണ്ട് എങ്കിൽ, രണ്ടാളും സുന്നത്തിന്റെ ആളാണെങ്കിൽ അവർക്ക് നീ സലാം പറഞ്ഞയച്ചു കൊള്ളുക. വദ്ഉ ലഹുമ, അവർക്ക് വേണ്ടി നീ ദുആ ചെയ്യുകയും ചെയ്യുക. മാ അഖല്ല അഹ്ല സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എത്ര കുറവാണ്. അന്ന് തന്നെ ലോകത്ത് അത്രയും കുറവാണ്. കുഫറിന്റെയും ശിർക്കിന്റെയും ആളുകൾ, ബിദഅത്തിന്റെയും ഖുറാഫാത്തിന്റെയും ലലാലത്തിന്റെയും ആളുകൾ ലോകത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ഇത്ര കുറഞ്ഞവരാക്കിയത് എന്തൊന്നാണ് എന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഇമാമ് പറയാണ്. അദ്ദേഹം സുന്നത്തിന്റെ ആളുകൾ അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുന്നത്തിന്റെ ആളുകൾ അവർ തന്നെയാണ് സലഫികൾ. സുന്നത്തിന്റെ ആളുകൾ അവർ തന്നെയാണ് അസരികൾ. ഇങ്ങനത്തെ പല പേരുകൾ അവർക്ക് ഈ പറയുന്ന ഇമാമുകളിൽ നിന്ന് വന്നത് നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഇസ്തിഖാമ എന്ന് പറയുന്ന കിതാബിൽ ഒരിക്കൽ പറഞ്ഞു, വൽ ബിദ്അത്തു മഖ്റൂനത്തുൻ ബിൽ ഫുർഖ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ സുന്നത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. എന്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം, അതാണ് സുന്നത്ത്. ജമാഅത്ത് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ ഈ സുന്നത്തിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ ഒത്തൊരുമിച്ച് കൂട്ടമായി പോയ ആളുകൾ, ആ പറയുന്ന സുന്നത്തിൽ ഒത്തൊരുമിച്ച് പോയ ആളുകൾ. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർ ധാരാളമുണ്ടായിരുന്നു, താബിഈങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പറഞ്ഞു, ഇനി ഒരു കാലത്ത് ഒരു ദേശത്ത് ഒരു സ്ഥലത്ത് ഒരാൾ ഒറ്റക്കാണ്, അവൻ മാത്രമുള്ളൂ ഒരു രാജ്യത്ത്. അതല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തി മാത്രമുള്ളൂ, അവൻ ഈ സുന്നത്ത് കൃത്യമായി പിന്തുടർന്നവനാണ്. ഈ പറയുന്ന സഹാബത്തുർ റസൂൽ, താബിഈങ്ങളും താബിഈങ്ങളുടെ മാർഗം പിന്തുടർന്നവനാണ്. പക്ഷെ ആ നാട്ടിൽ അവൻ ഒരാൾ മാത്രമുള്ളൂ. എന്നാൽ അവനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾ. അവനാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് എന്ന് പറയാൻ അർഹതപ്പെട്ട ആൾ അവനാണ്. ഈ പറയുന്ന നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ മുഴുവൻ വഴികേടിലാണെങ്കിലും അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന ഇവനാണ് യഥാർത്ഥ ജമാഅത്തിന്റെ ആൾ. അവന് ഇപ്പോൾ ഒരു പക്ഷേ ഒറ്റക്കാണെങ്കിലും അവന്റെ മുന്നിൽ ഒരുപാട് ആളുകൾ സഞ്ചരിച്ച വഴിയിലാണ് അവനുള്ളത്. ഖിയാമത്ത് നാൾ വരെ ഒരുപാട് ആളുകൾ ആ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരൊറ്റപ്പെടലുണ്ടാവുകയില്ല. ഈ നാട്ടിൽ, ഈ ലോകത്ത്, ഈ കാലത്ത് ഒരു പക്ഷേ അവൻ ഒറ്റക്കാണ്, അവർ കുറവാണ് എന്ന് വിചാരിച്ചുകൊണ്ട്.
ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൽ ബിദ്അത്തു മഖ്റൂനത്തുൻ ബിൽ ഫുർഖ, ബിദ്അത്ത് അനാചാരങ്ങൾ എപ്പോഴും അവിടെ ഛിദ്രതയുണ്ടാവുള്ളൂ, ഒത്തരമുണ്ടാകൂല. എല്ലാവർക്കും കൃത്യമായ ഒരു തെളിവും ഒരാശയവും ഒരാദർശം പറയാനും കഴിയൂല. എന്നാൽ കമാ അന്ന സുന്നത്ത മഖ്റൂനത്തുൻ ബിൽ ജമാഅ, സുന്നത്താണെങ്കിൽ അതിൽ ഈ ഒത്തൊരുമയും ആൾക്കൂട്ടത്തിന്റെ ഈ ഒരു ഭദ്രതയും ഉണ്ടാകും. സൗദി അറേബ്യയിലുള്ള ഒരു പണ്ഡിതനോട് ഒരു മസ്അല ചോദിച്ചാൽ അയാൾ പറയുന്ന അതിന്റെ തെളിവ് ഇന്ത്യയിലുള്ള ഏതെങ്കിലും മുക്കിലോ മൂലിലോ ഒരു സലഫിനോട് ചോദിച്ചാൽ അവനും പറയാനുള്ളത് തന്നെയായിരിക്കും. മശ്രിക്കിലുള്ള ഒരാളോട് ഒരു ദീനിന്റെ കാര്യം ചോദിച്ച് അവൻ പിന്തുടർന്ന് അതിന് അവൻ അവലംബിക്കുന്ന തെളിവും രേഖയും എന്താണെന്ന് ചോദിച്ചാൽ അതേ രേഖയായിരിക്കും പടിഞ്ഞാറ് പോയിട്ടുള്ള ഏതെങ്കിലും റഷ്യയിലോ മറ്റുള്ള രാജ്യങ്ങളിലോ സ്ഥലങ്ങളിലോ ചെന്നിട്ട് ഒരാളോടൊരു തെളിവ് ചോദിക്കുകയാണെങ്കിൽ അവനും പറഞ്ഞു കൊടുക്കാനുണ്ടാകുക. കൃത്യമായ തെളിവ്, ഒത്തൊരുമയുണ്ടാകും, ആ പറയുന്ന ജമാഅത്തുണ്ടാകും സുന്നത്താണെങ്കിൽ. അതുകൊണ്ടാണ് ഫയുഖാലു അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. കമാ യുഖാലു അഹ്ലുൽ ബിദ്അത്തി വൽ ഫുർഖ, ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും ആളുകൾ എപ്പോഴും അവർ ഛിദ്രതയുടെയും പുതിയത് ഉണ്ടാക്കുന്നതിന്റെയും പിന്നിലായിരിക്കും. മറ്റൊരു സ്ഥലത്ത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലു സുന്നയെ പരിചയപ്പെടുത്തിക്കൊണ്ട്, ഹുമുൽ മുത്തമസ്സിഖൂന ബി കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുന്ന എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും മുറുകെ പിടിക്കുന്നവരായിരിക്കും. വമത്തഫഖ അലൈഹി സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഅഹും ബിഇഹ്സാൻ, മുൻഗാമികളായ സലഫുകൾ സ്വഹാബത്തും താബിഈങ്ങളും അവർ ഏക അഭിപ്രായത്തിൽ ഒത്തൊരുമിച്ച കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവരായി ഖിയാമത്ത് നാൾ വരെ വരുന്ന സമയത്ത് ഇവർ ഈ ഒരു ഒത്തൊരുമയും ഈ ഒരുമിച്ചുകൂടലും ഈ ഒരുമയും അവരിലുണ്ടാകും സലഫികളാകുമ്പോൾ, സുന്നത്തിന്റെ ആളുകളാണെങ്കിൽ. മറ്റൊരു സ്ഥലത്ത് ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, മദ്ഹബ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി ഖദീമുൻ മഅറൂഫുൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ് മദ്ഹബ് അത് പണ്ട് വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്. അതിന് അതുപോലത്തെ പഴക്കമുണ്ട്, പാരമ്പര്യമുണ്ട്, അത് അറിയപ്പെട്ടതാണ്. ഖബല അൻ യഖ്ലുഖല്ലാഹു അബാ ഹനീഫത വ മാലികൻ വ ശാഫിഇയ്യ വ അഹ്മദ്, ഈ നാല് മദ്ഹബിന്റെ ഇമാമികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ വന്നതാണ് സഹാബത്തിന്റെ കാലം മുതൽ. ഫഇന്നഹു മദ്ഹബു സ്വഹാബ, അത് സഹാബത്തിന്റെ മദ്ഹബ. തലഖൗഹു അൻ നബിയിഹിം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നാണ് അവർ സ്വീകരിച്ചത്. വമൻ ഖാലഫ ദാലിക കാന മുബ്തദിഅൻ ഇൻദ അഹ്ലി സുന്ന, ആ പറയുന്ന സഹാബത്തിന്റെ മൻഹജിന് വിരുദ്ധമായവൻ ആരാണെങ്കിലും അവനാണ് യഥാർത്ഥ ബിദ്അത്തിന്റെ ആൾ, അവനാണ് യഥാർത്ഥ ബിദ്അത്തിന്റെയും ദലാലത്തിന്റെയും ഛിദ്രതയുടെയും ആൾ അവരായിരിക്കും. ഏത് പാരമ്പര്യം അവരവകാശപ്പെട്ടാലും ആരെ അവർ പറഞ്ഞ് വഞ്ചിച്ചാലും. അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ എന്ന പേരിലും ഈ പറയുന്നവർ അറിയപ്പെട്ടിട്ടുണ്ട്. അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫത്താവയിൽ പറഞ്ഞു, മദ്ഹബുസ് സലഫി അഹ്ലിൽ ഹദീസ്, മദ്ഹബുസ് സലഫി അഹ്ലിൽ ഹദീസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്, സ്വഹാബത്തിൽ നിന്ന് വന്ന അസറിന് ഇവർ പ്രാധാന്യം കൊടുക്കും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ള ആരും ഏത് കക്ഷികളും ഏത് വിഭാഗങ്ങളും ഹദീസിന് പ്രാധാന്യം കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, ഹദീസ് എങ്ങാനും അവർ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ അവർ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന അവരുടെ പേച്ച വാദഗതികൾക്ക് വിരുദ്ധമായിരിക്കും. ആളുകൾ അവരുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഖുർആനിനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പല നിലക്കും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അതിനെ പല വഴികളിൽ കൂടെ ആളുകൾക്ക് കൊണ്ടുപോകാൻ കഴിയും. ഖവാരിജുകളുടെ മുന്നിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയെ പറഞ്ഞയക്കുന്ന സമയത്ത് പറഞ്ഞു, നാദിറുഹും ബിസ്സുന്ന, അവരോട് ഹദീസ് പറഞ്ഞുകൊണ്ടാണ് ഇനി അവരോട് മുനാദറ നടത്തേണ്ടത്. ഖുർആൻ കൊണ്ട് അവരോട് മുനാദർക്ക് പോയാൽ, തെളിവ് കൊടുക്കാൻ പോയാൽ, ഖുർആനിൽ ലഹു വുജൂ, അതിന് പല വഴികളുണ്ടാകും, തോന്നുന്നവർക്കൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷെ ഹദീസ് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരു മുസ്ലിമിന്റെ മുന്നിൽ ഒരു വഴി പേച്ച കക്ഷികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയൂല. അവരുടെ തെറ്റായ വാദഗതികൾ അവർക്ക് നിരത്തി വിജയിച്ച് മുന്നോട്ട് പോകാനും കഴിയൂല. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, നമ്മുടെ നാട്ടിൽ തന്നെ ദഅവത്തിന്റെയും ദീനിന്റെയും മേഖലയിലുള്ള ഓരോ കക്ഷികളെ നിങ്ങൾ പരിശോധിച്ച് നോക്കി, കൃത്യമായ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ സനദനുസരിച്ച് സനദ് നോക്കി കൃത്യമായി പറയാൻ ഈ പറഞ്ഞ ഒരു കക്ഷികളും പ്രാപ്തരാവുകയില്ല. അവർക്കതിന് കഴിയൂല. അവരെ പിടിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും ഹദീസുകൾ, ഈ അസറുകൾ വെച്ചുകൊണ്ടാണ് താനും. മദ്ഹബു സലഫി അഹ്ലിൽ ഹദീസ് എന്നുകൊണ്ട് പേര് പറഞ്ഞു. വസുന്നത്തി വൽ ജമാഅ, ثم ساق مذهبهم فسماهم بأهل الحديث والسنة والجماعة, ഈ പേരിൽ അവരെ വിശേഷിപ്പിച്ചു. ഇമാം അബൂ ഹാത്തിമുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മിൻ അലാമാത്തി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളുടെ അടയാളങ്ങൾ അൽ വഖീഅത്തു ഫി അഹ്ലിൽ അസർ, അസറിന്റെ, അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും അസറുകൾ പിന്തുടരുന്ന ആളുകളെ ആക്ഷേപിക്കുക, വിമർശിക്കുക എന്നുള്ളതാണ് അവരെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവ്. ഹദീസിന്റെ ആളുകൾ, സലഫികൾ, സുന്നികൾ, ഇവർ ഹദീസിനെയും അതേപോലെ തന്നെ മുൻഗാമികളായ ഈ സലഫുകളുടെ അസറുകളെയും അത് പരിഗണിക്കും, അത് തെളിവായിട്ടെടുക്കും, അതനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ ഇവരെ വിമർശിക്കും ഈ ലലാലത്തിന്റെ വിദേഹത്തിന്റെ ആളുകൾ. നിങ്ങൾക്കറിയാം, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളുടെ ഏറ്റവും വലിയ ഒരു ശത്രു ഇന്ന് ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ നാസിറുദ്ദീൻ അൽബാനിയാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളായിട്ടും ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകൾക്കറിയാം, ഇന്ന് അവർക്ക് ഏറ്റവും വലിയൊരു ശത്രു നാസിറുദ്ദീൻ അൽബാനി.
അവരുടെ ദാവത്തിന്റെ ഏറ്റവും മുന്നിലുള്ള പല ആളുകളും നാസിറുദ്ദീൻ അൽബാനിയെ വിമർശിക്കുന്ന ഒരു പുസ്തകത്തിന്റെ കച്ചവടക്കാരനായിട്ടാണ്. കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ദിമിഷ്ക് പോലത്തെ സ്ഥലങ്ങളിലുള്ള വലിയ വലിയ ഗ്രന്ഥാലയങ്ങളിൽ പൊടി മൂടിക്കടക്കുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹം ചെന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇന്നത് സഹീഹാണ്, ഇന്നത് ദഈഫാണ്, ഇത് റിപ്പോർട്ട് ചെയ്ത റാവികളുടെ കൂട്ടത്തിൽ ഇന്ന ആൾ സ്വീകരിക്കാൻ പറ്റുന്നതാ, ഇന്നത് സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുനിന്ന് ഏതൊരു മെമ്പറുകളും സ്റ്റേജുകളും ഉണ്ടെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് സഹഹുൽ അൽബാനി, ഹസനഹുൽ അൽബാനി, വഅഫഹുൽ അൽബാനി എന്ന് പറയും. അപ്പൊ ഈ പറയുന്നത് ദലാലത്തിന്റെ ആളുകളുടെ ഉറക്കം കെടുത്തുകയാണ്. അങ്ങനെ തബ്ലീഗ് ജമാഅത്ത് പോലത്തെ മറ്റുള്ള ദലാലത്തിന്റെ ആളുകൾ ആരാണെങ്കിലും വിദഅത്തിന്റെയും വഴിപഴച്ച കക്ഷികളും അൽബാനിയെ ഏതൊക്കെ നിലക്ക് വിമർശിക്കാൻ കഴിയുമോ അതവർ വിമർശിച്ചുകൊണ്ട് നടക്കുകയാണ്. അവരുടെ മുൻഗാമികളായ ആളുകൾ മഹാനായ ആദരണീയനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. സഹാബത്തിൽപ്പെട്ട പലരെയും ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഇവരെ ഉറക്കം കെടുത്താണ്. ഇവരുടെ വഴിപഴച്ച വാദങ്ങൾക്ക് അതിന് തടയിടുന്നത് കൊണ്ട് ഈ പറയുന്ന ഹദീസിന്റെ ആളുകൾ, അസറിന്റെ ആളുകളെ വിമർശിക്കുക എന്ന് പറയുന്നത് ബിദഅത്തിന്റെ ആളുകളുടെ ലക്ഷണങ്ങൾ, അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷറഫ് അസ്ഹാബിൽ ഹദീസ്, ഹദീസിന്റെ ആളുകളുടെ ബഹുമാനം, ആദരവ് അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അഹ്മദ് ബിൻ സിനാനുൽ ഖത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് അന്നഹു ഖാൽ ലൈസ ഫിദ് ദുനിയാ മുബ്തദിഉൻ, ലോകത്ത് എവിടെ നോക്കിയാലും ഒരു ബിദഅത്തിന്റെ ആളെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഇല്ലാ വഹുവ യുബ്ഗിദു അഹ്ലൽ ഹദീസ്, ഹദീസിന്റെ ആളുകളോട് അവന് ദേഷ്യമില്ലാതെ, ഹദീസിന്റെ ആളുകളെ വെറുക്കുന്നവനായിട്ടല്ലാതെ ഒരു ബിദഅത്തിന്റെ ആളെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഫഇദ ബതദഅ അർറജുലു, ഒരു മനുഷ്യൻ ദീനുൽ ഇസ്ലാമിൽ പുതിയതായിട്ട് അനാചാരമായിട്ട് ബിദഅത്തായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാൽ നുസിഅ ഹലാവത്തുൽ ഹദീസ് മിൻ ഖൽബിഹി, ഹദീസിന്റെ ആ മാധുര്യം അവന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കപ്പെടും. പിന്നെ ഹദീസ് സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ബിദഅത്ത് ചെയ്യുന്ന ആളുകൾക്ക്. നേരെ മറിച്ച് സുന്നത്ത് കൃത്യമായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, അവർക്കാണ് ഹദീസിനോട് ഇഷ്ടം. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് കേൾക്കാനും അവർക്ക് ഇഷ്ടം ഉണ്ടാകുള്ളൂ. ബിദഅത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് ഹദീസിനോടും അതിൻ്റെ ആളുകളോടും വെറുപ്പായിരിക്കും. ഹദീസിനെ കുറിച്ചുള്ള മാധുര്യം അവരുടെ മനസ്സിൽ നിന്ന് പോയി കിട്ടും. ഈ പറയുന്ന പേര് അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ എന്തുകൊണ്ടാണ് ഈ പേര് ഇവർക്ക് വന്നത്? ഇമാം ലാലിക്കായി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, തുമ്മ കുല്ലു മൻ ഇഅ്തഖദ മദ്ഹബൻ ഫഇലാ സാഹിബി മഖാലതിഹി അല്ലതി അഹ്ദസഹാ യൻതസിബ്. ഓരോ ആളുകളും അവർ ഏത് രീതി, ഏത് വഴി സ്വീകരിച്ചോ ആ വഴിക്കൊക്കെ അതിൻ്റെ ഒരു തുടക്കക്കാരുണ്ടാകും. അത് തുടങ്ങി വെച്ച വ്യക്തികളുണ്ടാകും. അവരിലേക്ക് ചേർത്താണ് അവർ പറയുക. കുത്തുബി സയ്യിദ് കുത്തുബിൻ്റെ ഇതിലേക്ക് ചേർന്ന ഈ പറയുന്ന ഇഖ്വാനികൾ അതിലേക്ക് ചേർന്നുകൊണ്ടാണെങ്കിൽ, തബ്ലീഗ് ജമാഅത്തിൻ്റെതാണെങ്കിൽ മുഹമ്മദ് ഇല്യാസിലേക്ക് ചേർന്നുകൊണ്ടാണെങ്കിൽ, ത്വരീഖത്തിന്റെ വഴിക്കാരായ ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ത്വരീഖത്തിന് അവർക്ക് തുടക്കം കുറിച്ചു കൊടുത്ത അവരുടെ ഷേഖന്മാരിലേക്ക് ചേർന്നുകൊണ്ടാണെങ്കിൽ, ഇങ്ങനെയാണ് സാധാരണ ആളുകൾ പറയല്. ഷെയ്ഖുനമാരിലേക്ക് ചേർക്കപ്പെട്ട ആളുകൾ അവരുണ്ടാക്കിയതാണെങ്കിൽ ആ ഷെയ്ഖുനമാരിലേക്ക് ചേർത്തുകൊണ്ട് ആളുകൾ പറയും. ഇതാണ് സാധാരണ ഉണ്ടാകല്. അവരുടെ അഭിപ്രായങ്ങളാണ് അവർ പരിഗണിക്കല്. ഇല്ല അസ്ഹാബൽ ഹദീസ്, ഹദീസിന്റെ ആളുകൾ, അസറിന്റെ ആളുകൾ, സലഫികൾ, സുന്നികൾ ഒഴിച്ച് ഫഇന്ന സാഹിബ മഖാലതിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ എന്ത് പറയുന്നോ ആ പറയുന്ന അതിന്റെ വക്താവ് അള്ളാഹുവിന്റെ റസൂലാണ്. അവർ ആ റസൂലിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുക. വഇലാ ഇൽമിഹി യസ്തനിദൂൻ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയ ആ വിജ്ഞാനത്തിലേക്കാണ് അവർ ചാരി നിൽക്കുക. വബിഹി യസ്തദില്ലൂൻ, അവർക്ക് തെളിവായിട്ടെടുക്കാനുള്ളത് അതായിരിക്കും. വഇലൈഹി യഫ്സഊൻ, ആ ഹദീസ് എന്താണോ അതാണ് അവർ ഓടി കഷ്ടപ്പെട്ടുകൊണ്ട് നേടിയെടുക്കുക. വബിറഈഹി യഖ്തദൂൻ, അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് കൊടുത്ത അഭിപ്രായങ്ങൾ, ആശയങ്ങൾ അതാണ് അവർ പിന്തുടരുക. വബിദാലിക യഫ്തഖിറൂൻ, ഹദീസിന്റെ ആളുകൾ അഭിമാനം കൊള്ളല് അതിൽ മാത്രമായിരിക്കും. വഅലാ അഅദാഇ സുന്നത്തിഹി ബിഖുർബിഹിം മിൻഹു യസൂലൂൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൃത്യമായിട്ട് നമുക്കറിയും എന്നതുകൊണ്ട് തന്നെ ദീനിന്റെ ശത്രുക്കൾ ആരാണെങ്കിലും അവരുടെ മുന്നിൽ നേരിട്ട് നിവർന്നു നിൽക്കാൻ ഇവർ തയ്യാറാകും. ഫമൻ യുവാസിഹിം ഫീ ശറഫി ദിക്ർ, പേരും പ്രശസ്തിയുടെ കാര്യത്തിൽ അഹ്ലുൽ ഹദീസിനോട് കടപിടിക്കാൻ ആരുണ്ട് ഇവിടെ? വയുബാഹിഹിം ഫീ സാഹത്തിൽ ഫഖർ, പ്രൗഢി നടിക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേജുകളിലും അതിൻ്റെ മൈതാനങ്ങളിലും ചെന്ന് അവസ്ഥ പറയാനും ആദരണീയരാവാനും മറ്റ് ആർക്ക് കഴിയും? വഉലുവിൽ ഇസ്ം, ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് സ്വീകരിച്ചുകൊണ്ട് മുൻഗാമികളായ സലഫുകളുടെ അസറുകൾ തെളിവായി സ്വീകരിച്ചുകൊണ്ട് അഭിമാനത്തോടെ പോകുന്ന ഈ പറയുന്ന അസ്ഹാബുൽ ഹദീസ്,